ഹായ്. ഇത് ഒരു യുകെയിലെ PR-ന് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ചും ലൈഫ് ഇൻ ദ UK കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ PR-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ലാംഗ്വേജ് സെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമായിരുന്നു. UKVAയുടെ വെബ്സൈറ്റിലുള്ളത് 4 ടെസ്റ്റുകളാണ് അവർ പറയണത്. ഒന്ന് ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനും, പിന്നെ IELTSൻ്റെ ഇതും, പിന്നെ ലാംഗ്വേജ് സെർട്ട്, പിന്നെ പിയേഴ്സൺ എന്ന് പറഞ്ഞ 4 ടെസ്റ്റുകളാണ്. അതിൽ ഞാൻ ലാംഗ്വേജ് സെർട്ടാണ് ഞാൻ എഴുതിയത്. കാരണം ഞാൻ ട്രിനിറ്റിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ട്രിനിറ്റി എഴുതാനാണ്. അപ്പോൾ ഞാൻ ട്രിനിറ്റി നോക്കിയപ്പോൾ ഡേറ്റ് കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലാംഗ്വേജ് സെർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് ഡേറ്റ് അവൈലബിൾ ആയിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ അതിന് അവൈലബിൾ ഉണ്ട്. പിന്നെ അതിന് 150 പൗണ്ടാണ് അതിൻ്റെ ഫീസ്. ബ്ലൂ ലൈറ്റ് കാർഡുള്ളവർക്ക് 10% ഓഫറുണ്ട്. അപ്പോൾ 115 പൗണ്ട് നമുക്ക് ലാഭമുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു റീസിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. നമ്മളെങ്ങാനും ഫെയിലായി കഴിഞ്ഞാൽ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫീസൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്കൊരു ഡേറ്റും കൂടി നമുക്ക് കിട്ടുമായിരുന്നു. ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, ഡേറ്റ് ഇല്ല, നമുക്കൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ചെയ്യായിരുന്നു. ഞാൻ ചെയ്തത് ലാംഗ്വേജ് സെർട്ടിൻ്റെ SELT B1 ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ എഴുതിയത്. അതാണ് വേണ്ടത് ശരിക്കും. ട്രിനിറ്റിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ലാംഗ്വേജ് സെർട്ട് വളരെ എളുപ്പമാണ്. എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഞാൻ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊന്നല്ല, സാധാരണ ലെവലാണ്. പക്ഷേ ഞാൻ പാസ്സായി. അതിൽ മാർക്ക് കാണിക്കും. നമുക്കൊരു പരീക്ഷ എഴുതി കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ റിസൾട്ട് കിട്ടും. പാസ്സായോ ഫെയിലായോ എന്നുള്ളത് കിട്ടും, മെയിൽ വരും. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ്, നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിലൊരു മറ്റേ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. നമ്മൾ PR അപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ഇൻ ദ UK, അത് ഞാൻ പഠിച്ചത് ഒരു ലൈഫ് ഇൻ ദ UK എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിലാണ്. അതിൽ കുറേ മോക്ക് എക്സാമുകളുണ്ട്, മോക്ക് ടെസ്റ്റുകൾ. അതിൽ ഞാനൊരു 18 വരെയാണ് ഞാൻ പഠിച്ചത്, ഞാൻ പാസ്സായി. പക്ഷെ ഞാൻ പറയണത് ഒരു 23-24 വരെ മോക്ക് ടെസ്റ്റ് ഒരു 100% മാർക്ക് കിട്ടാവുന്ന രീതിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പാസ്സാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരമാവട്ടെ.